വീണ്ടും ബാലൻഡിയോർ നേടാൻ റൊണാൾഡോയേക്കാൾ സാധ്യതയുള്ളത് ലയണൽ മെസ്സിക്കാണ്. ഇത് പറയുന്നത് ബ്രസീലിയൻ ഇതിഹാസമായിട്ടുള്ള ക്ലബേഴ്സാണ്. ക്ലബേഴ്സിനെ കുറിച്ച് അറിയാമല്ലോ, 2002 വേൾഡ് കപ്പ് ബ്രസീൽ നേടുമ്പോൾ ആ ഒരു ടീമിലെ അംഗമായിരുന്നു ക്ലബേഴ്സാണ്. അദ്ദേഹമാണ് പറയുന്നത് വീണ്ടും ബാലൻഡിയോർ നേടാൻ റൊണാൾഡോയേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് മെസ്സിക്കാണ് എന്ന്. വരുന്ന വേൾഡ് കപ്പ് അർജന്റീനയ്ക്കൊപ്പം മെസ്സി സ്വന്തമാക്കുകയാണെങ്കിൽ മെസ്സിക്ക് അദ്ദേഹത്തിന്റെ 9ാമത്തെ ബാലൻഡിയോർ ഓട്ടോമാറ്റിക് ആയിട്ട് ലഭിക്കും. ഇതാണ് ക്ലബേഴ്സിന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ റൊണാൾഡോ വേൾഡ് കപ്പ് നേടിയാൽ അദ്ദേഹത്തിന് ബാലൻഡിയോർ ലഭിക്കാനുള്ള സാധ്യതയേക്കാൾ മെസ്സി വേൾഡ് കപ്പ് നേടിയാൽ മെസ്സിക്ക് ബാലൻഡിയോർ നേടാനുള്ള സാധ്യത കൂടുതലാണ് എന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തെ ബാലൻഡിയോർ പവർ റാങ്കിങ് നമ്മൾ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അതിൽ ആദ്യ 10ൽ തന്നെ ലയണൽ മെസ്സിക്ക് ഇടമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ക്ലബിനൊപ്പം MLS സ്വന്തമാക്കി. അത് മാത്രമല്ല MLS ടോപ്പ് ഗോൾ സ്കോററും അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലെയറും മെസ്സി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലബ് തലത്തിൽ അദ്ദേഹത്തിന് ഇതിനോടകം ട്രോഫി ഉണ്ട്, ഈ ഒരു ബാലൻഡിയോർ ലഭിക്കുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണലി അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ മികച്ചൊരു പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സിക്ക് അദ്ദേഹത്തിന്റെ 9ാമത്തെ ബാലൻഡിയോർ നേടാനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ക്ലബേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. സാധ്യതകൾ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ക്ലബിലെ പെർഫോമൻസിനേക്കാൾ ഇതുപോലെ ഇന്റർനാഷണൽ ടൂർണമെന്റിലെ പെർഫോമൻസ്, വേൾഡ് കപ്പ്, അതുപോലെ യൂറോ, കോപ്പ അമേരിക്ക, ഇതിന്റെയൊക്കെ പെർഫോമൻസ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് ഈ ബാലൻഡിയോർ വിന്നറിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ. നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുള്ളതാണ്. ലൂക്ക മോഡ്രിച്ച്, ലയണൽ മെസ്സി, ഇതിനു മുമ്പും അതുപോലത്തെ പല ഇൻഫ്ലുവൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു വേൾഡ് കപ്പിലെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ബാലൻഡിയോർ ലഭിച്ചിട്ടുള്ള ഇൻഫിഡൻസ്. അതുകൊണ്ട് തന്നെ വരുന്ന വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് നേടാനായിട്ടുണ്ടെങ്കിൽ, ആ ഒരു മികച്ച പെർഫോമൻസ് മെസ്സിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സിക്ക് ബാലൻഡിയോർ ലഭിക്കാനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത ഒന്നാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ലയണൽ മെസ്സി. 8 ബാലൻഡിയോറുകളാണ് മെസ്സി ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 9ാമത്തെ ബാലൻഡിയോർ ഈ ഒരു വേൾഡ് കപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ, ആ വേൾഡ് കപ്പിൽ മികച്ചൊരു പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നേടാനാകും എന്ന് തന്നെയാണ് ക്ലബേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ലെങ്കിലും ഇതുവരെ യൂറോപ്പിന് പുറത്ത് കളിക്കുന്ന ഒരു പ്ലെയറിന് ബാലൻഡിയോർ നേടാനായിട്ടില്ല. ബാലൻഡിയോറിന്റെ ആ ഒരു ലിസ്റ്റിൽ പോലും വരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഏക താരം, അതായത് ബാലൻഡിയോറിന്റെ ആ ഒരു 30 അംഗ ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഏക താരമാണ് നെയ്മർ ജൂനിയർ. 2010 അദ്ദേഹം ആ ഒരു യൂറോപ്പിന് വെളിയിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്, ബ്രസീലിയൻ ലീഗിലായിരുന്നു കളിച്ചിരുന്നത്. എന്നിട്ട് പോലും ബാലൻഡിയോർ ആ ഒരു ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് നെയ്മർ വരാൻ കഴിഞ്ഞു. അതല്ലാതെ വേറെ ഒരു താരത്തിനും, യൂറോപ്പിന് വെളിയിൽ കളിക്കുന്ന ഒരു താരത്തിനും ആ ഒരു ബാലൻഡിയോർ ലിസ്റ്റിൽ പോലും വരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സി വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞാൽ മെസ്സിക്ക് 9ാമത്തെ ബാലൻഡിയോർ ലഭിക്കുമെന്ന് ക്ലബേഴ്സൺ പറയുന്ന കാര്യം വളരെ ഡിഫിക്കൽട്ടായിട്ട് ഉള്ള ഒന്നാണെങ്കിൽ പോലും വേൾഡ് കപ്പിലെ പെർഫോമൻസ് പലപ്പോഴും ബാലൻഡിയോർ വിന്നറിനെ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടെയിൽ.